നമസ്കാരം. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആരാകും എന്നതിനെക്കുറിച്ച് നിലവിൽ ബി.ജെ.പി ക്യാമ്പുകളിൽ സസ്പെൻസ് തുടരുകയാണ്. നിലവിലത്തെ സ്ഥിതി നോക്കുമ്പോൾ ചിലപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമിത്ഷാ തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് എത്താനുള്ള സാഹചര്യം കൂടുതലാണ്. ഇപ്പോഴത്തെ റിപ്പോർട്ട് പ്രകാരം നിലവിൽ 6 പേർക്കാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ 6 പേരോടും നാളെ രാവിലെ തന്നെ തിരുവനന്തപുരത്ത് ബി.ജെ.പിയുടെ ഓഫീസിലെത്താൻ ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. നിലവിലെ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, മുൻ അധ്യക്ഷൻ വി മുരളീധരൻ, മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ, ശോഭാ സുരേന്ദ്രൻ, എം.ടി. രമേശ് എന്നിവരോടാണ് തിരുവനന്തപുരത്ത് എത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവർക്കൊപ്പം RSSന്റെ ദേശീയ നേതാവായ എ ജയകുമാറിനോടും തിരുവനന്തപുരത്ത് ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. RSS പ്രചാരകൻ കൂടിയായ ജയകുമാറിനെ ബി.ജെ.പിയുടെ സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറിയാക്കാനും സാധ്യതയുണ്ട്. ഇതിനൊപ്പം പ്രസിഡന്റായും ജയകുമാറിനെ പരിഗണിക്കുന്നുണ്ട്. ഈ 6 പേരിൽ നിന്നും ഒരാളെ ബി.ജെ.പി അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയോഗിക്കും. നാളെ ഇവരിൽ ഒരാൾ പ്രസിഡന്റ് മത്സരത്തിനുള്ള നോമിനേഷൻ നൽകും. കെ സുരേന്ദ്രനോട് തുടരാൻ ആവശ്യപ്പെട്ടേക്കുമെന്ന അഭ്യൂഹങ്ങളും ഉണ്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പാർട്ടി ചുമതലയുമായി പോയ വി മുരളീധരനോട് അടിയന്തരമായി തിരുവനന്തപുരത്തെത്താൻ ബി.ജെ.പി കേന്ദ്ര നേതൃത്വം നിർദ്ദേശിക്കുകയായിരുന്നു. തിങ്കളാഴ്ച സംസ്ഥാന കൗൺസിൽ ചേരണമെന്നും ഞായറാഴ്ച നോമിനേഷൻ പ്രക്രിയ വേണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതനുസരിച്ച് മുരളീധരൻ അതിവേഗം തിരുവനന്തപുരത്തെത്തി. കൗൺസിൽ യോഗത്തിനായുള്ള മുന്നൊരുക്കങ്ങളിലെ ചർച്ചയും നടന്നു. ഇതിനുശേഷമാണ് മറ്റുള്ള 5 പേരോടും തിരുവനന്തപുരത്തേക്ക് എത്താൻ ആവശ്യപ്പെട്ടത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശപ്രകാരമാണ് ഈ 6 പേരോടും തിരുവനന്തപുരത്തെത്താൻ ആവശ്യപ്പെട്ടത്. ഞായറാഴ്ച നോമിനേഷൻ കൊടുക്കണമെന്നതിനാലാണ് ഇപ്പോൾ ഇവർ 6 പേരും തിരുവനന്തപുരത്തേക്ക് എത്തിയത്. കേന്ദ്ര നിരീക്ഷകൻ പ്രഹ്ലാദ് ജോഷിയുടെ നേതൃത്വത്തിൽ ചേരുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനിക്കും. തിങ്കളാഴ്ച ചേരുന്ന അവസാന സമിതി യോഗത്തിലാണ് ഔദ്യോഗികമായി ഒരു പ്രഖ്യാപനം ഉണ്ടാകാൻ പോകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പും തൊട്ടു പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നതിനാൽ അവ കഴിയും വരെ കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ തുടരാൻ സാധ്യതയുണ്ട് എന്ന പ്രചാരണം ഇപ്പോൾ ശക്തമാണ്. 5 വർഷം കാലാവധി എന്ന മാനദണ്ഡം കർശനമായി നടപ്പാക്കിയാൽ സുരേന്ദ്രൻ ഒഴിയേണ്ടി വരും. നാളെ ചേരുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ കേന്ദ്ര നിരീക്ഷകൻ പ്രഹ്ലാദ് ജോഷിയെ സമവായ നിർദ്ദേശം അറിയിക്കും. നാമനിർദ്ദേശ പത്രിക ഇതോടെ സ്വീകരിക്കുകയും ചെയ്യും. ഐക്യകണ്ഠമായിട്ടായിരിക്കും അധ്യക്ഷനെ തിരഞ്ഞെടുക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മനസ്സാകും നിർണായകമാകുക. മറ്റന്നാൾ ചേരുന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കും. എം.ടി. രമേശ്, രാജീവ് ചന്ദ്രശേഖർ, ശോഭാ സുരേന്ദ്രൻ എന്നിവർക്കാണ് സാധ്യത ഏറെ എന്നാണ് സൂചന. വി മുരളീധരനും അവസാന നിമിഷം അധ്യക്ഷനാകാൻ സാധ്യത ഏറെയാണ്. യാക്കോബയ സുറിയാനി സഭയുടെ കത്തോലിക്ക വാഴ്ച ചടങ്ങിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സംഘത്തെ നയിച്ചുകൊണ്ട് ലെബനിൽ പോകുന്നത് വി മുരളീധരനാണ്. ഈ സംഘത്തിൽ രാജീവ് ചന്ദ്രശേഖരനുമുണ്ട്. ഡൽഹിയിലുള്ള രാജീവ് ചന്ദ്രശേഖർ കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കും. കേന്ദ്ര നിർദ്ദേശപ്രകാരമാണ് രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വത്തിന്റെ മനസ്സിൽ ആർക്കും വ്യക്തമായ സൂചനകളൊന്നും തന്നെയില്ല. ജയകുമാറിനോടും തിരുവനന്തപുരത്ത് ഉണ്ടാകണമെന്ന നിർദ്ദേശം നൽകി കഴിഞ്ഞു. ആ ഒരു നിർദ്ദേശം നൽകിയതോടെ അഭ്യൂഹങ്ങൾ പുതിയ തലത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. RSSൽ നിന്നും ഒരു വ്യക്തി ജനറൽ സെക്രട്ടറി ആകുമെന്ന കാര്യം ഉറപ്പാണ്. കേരളത്തിന്റെ ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷിയുടെ നേതൃത്വത്തിൽ ചേരുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ ദേശീയ നേതൃത്വത്തിന്റെ നിലപാടാണ് ഇനി വ്യക്തമാകാൻ പോകുന്നത്. അതിനുശേഷം പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള സംഘടനാ നടപടികൾ തുടങ്ങും. നാളെ തന്നെ പുതിയ പ്രസിഡന്റിനായുള്ള തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശക പത്രിക നൽകണം. 24-ന് തെരഞ്ഞെടുപ്പ് നടക്കും. ഇതിനായുള്ള വിപുലമായ സംസ്ഥാന നേതൃയോഗവും ചേരും. മുൻ മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കളെ ഈ യോഗത്തിലേക്ക് വിളിച്ചിട്ടുണ്ട്. ദേശീയ നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്ന പേരുകാരൻ മാത്രമേ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശം നൽകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ 24-ലെ നേതൃയോഗം വെറും ഔപചാരികം മാത്രമാകും. നാളെ നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആരാണ് പ്രസിഡന്റ് എന്ന് കൂടുതൽ വ്യക്തമാകും. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ, കിള്ളിപ്പാലം, തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ,
പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.